എസ്ഡിപിഐയും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യുഡിഎഫ് അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവുകൾ പുറത്ത്. തിരുവനന്തപുരം കഠിനംകുളം പഞ്ചായത്തിലെ 5ാം വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് യുഡിഎഫ് എസ്ഡിപിഐക്ക് മറിച്ചു നൽകിയത് 500-ലേറെ വോട്ടുകളാണ്. പിന്നാലെ യുഡിഎഫ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കായി വിജയാഘോഷം നടത്തിയതും കേക്ക് മുറിച്ചതും എസ്ഡിപിഐ സ്ഥാനാർത്ഥി. ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. റിപ്പോർട്ടിലേക്ക്. കഠിനംകുളം പഞ്ചായത്തിലെ 4, 5, 7 വാർഡുകളിലാണ് യുഡിഎഫും എസ്ഡിപിഐയും വോട്ട് കച്ചവടം നടത്തിയത്. ഇതുപ്രകാരം 5ാം വാർഡിൽ ലീഗിന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് എസ്ഡിപിഐ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നു. പകരം 7ാം വാർഡായ ചിറക്കലിൽ എസ്ഡിപിഐ സ്ഥാനാർത്ഥിയെ നിർത്താതെ യുഡിഎഫിന് സഹായം ചെയ്യുന്നു. ഒപ്പം ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിൽ എസ്ഡിപിഐ വോട്ടുകളെല്ലാം ലീഗ് സ്ഥാനാർത്ഥിക്ക്. ഈ ധാരണ പ്രകാരമുണ്ടായ വിജയത്തിന് പിന്നാലെയാണ് കണിയാപുരം ജില്ലാ ഡിവിഷനിൽ ജയിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി മാഹാണി ജസീമും കഠിനംകുളം പഞ്ചായത്തിലെ 5ാം വാർഡ് എസ്ഡിപിഐ സ്ഥാനാർത്ഥി റിയാസ് ഉബൈദും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. വിജയാഘോഷത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടിന്റെ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് യുഡിഎഫ് എസ്ഡിപിഐ രഹസ്യബന്ധം പുറത്താകുന്നത്. 2020-ൽ 514 വോട്ടുകൾ നേടി യുഡിഎഫ് സ്ഥാനാർത്ഥി നസീമ കബീർ വിജയിച്ച വാർഡാണ് 5ാം വാർഡ്. എന്നാൽ ഇക്കുറി യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 156 വോട്ടുകൾ മാത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 500 വോട്ട് നേടിയ എസ്ഡിപിഐ ഇക്കുറി നേടിയത് 835 വോട്ടുകൾ. 358 വോട്ടുകൾ മറിച്ചു നൽകിയാണ് ലീഗ് എസ്ഡിപിഐ സ്ഥാനാർത്ഥിയായ റിയാസ് ഉബൈദിനെ വിജയിപ്പിച്ചത്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇതേ വാർഡിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 1000-ലേറെ വോട്ടുകൾ. യുഡിഎഫ് എസ്ഡിപിഐ കൂട്ടുകെട്ടിന്റെ കഥ കണക്കുകളിലൂടെ വ്യക്തമായതിന് പിന്നാലെയാണ് ലീഗ് യുഡിഎഫ് സംയുക്ത വിജയാഘോഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സമാനമായ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് യുഡിഎഫും എസ്ഡിപിഐയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.